ഫ്രണ്ട്സ്, അന്നമോ ക്രിയേഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നല്ല മഴയൊക്കെയാണ് കേട്ടോ ഇവിടെ. അപ്പൊ ശബ്ദത്തിലൊക്കെ ചെറിയ ഒരു വേരിയേഷൻ ഒക്കെ ഉണ്ടാവും, കേൾക്കാണ്ടൊക്കെ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വയസ്സായ ഒരു ഉണ്ണിയുടെ ഒരു ബർത്ത്ഡേ ഫ്രോക്ക് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണില്ല. അങ്ങനെ ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ മതി, ഞാൻ ചെയ്തുതരാം. ഇപ്പൊ ഞാൻ അതിന്റെ ഒരു വീഡിയോ കാണിക്കാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിൽ ഇടുന്ന വീഡിയോസ് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ഈ ക്ലോത്ത് ഇതേപോലെ ഞാൻ ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് വരച്ചിട്ടിട്ടുണ്ട്. ബാക്ക് പീസിലേക്കുള്ളതാണ്. ഇവിടെ ഓപ്പൺ ഭാഗമാണ്. അത് ഇതേപോലെ ഇങ്ങനെ മടക്കി ഇങ്ങോട്ട് ഇട്ടേക്കാണ് കേട്ടാ. ഇവിടെ ക്ലോസ്ഡ് ഏരിയ ആണ് കേട്ടാ. യോക്ക് പാർട്ടാണ് കേട്ടാ. നമ്മള് ഫ്രോക്കിന്റെ മുകൾ ഭാഗം മാർക്ക് ചെയ്തേക്കണതാണ്. 7 ഇഞ്ച് ലെങ്ത് പ്ലസ് തയ്യൽ തുമ്പ് 1 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4.5 ഇഞ്ചിൽ ഷോൾഡർ അടയാളപ്പെടുത്തി. അത് തന്നെ കൈക്കുഴി 4.5 ഇഞ്ച് അടയാളപ്പെടുത്തി. 5.25 ഇഞ്ച് ഇവിടെ ചെസ്റ്റ് വിഡ്ത്ത് എടുത്തു. അതുപോലെ തന്നെ വേസ്റ്റ് ഭാഗവും 5.25 ഇഞ്ച് എടുത്തു. തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് ഇട്ടു കേട്ടാ. 2 ഇഞ്ച് നെക്ക് വിഡ്ത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. 2 ഇഞ്ചാണ് ലെങ്ത് എടുത്തേക്കണത്, പ്ലസ് തയ്യൽ തുമ്പ് എടുത്തിട്ടുണ്ട്. ബാക്ക് ലെങ്ത് ആകെ 2 ഇഞ്ച് അടയാളപ്പെടുത്തിയാൽ മതിയാവും. 1.5 ഇഞ്ച് ലെങ്ത് പ്ലസ് തയ്യൽ തുമ്പ് കേട്ടോ. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ 1/2 ഇഞ്ച് സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ 1 ഇഞ്ച് നമ്മള് ഷേപ്പ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഷേപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഫ്രണ്ട് പീസ്, ഇത് 2 ബാക്ക് പീസ് കേട്ടാ. കണ്ടാ, ഇങ്ങനെ വരും കേട്ടാ, ഫ്രണ്ടും ബാക്കും. ഇനി നമുക്ക് ഇത് ലൈനിങ് ആണ്, ഇത് കോട്ടൺ ലൈനിങ് ആണ് വെട്ടിയത്. ഇനി നമുക്ക് ഇതിന്റെ സാറ്റിൻ നെറ്റ് വെട്ടിയെടുക്കാം കേട്ടാ. വെട്ടിയതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. ഇനി ഇന്നലെ നമ്മള് വെട്ടിക്കൊണ്ടിരിക്കില്ലേ, മഴ വന്നു, കറണ്ട് പോയി, അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ ഞാനത് വെട്ടി അവസാനിപ്പിച്ചു കേട്ടാ. ഇതിങ്ങനെ അടിയിൽ ഫ്രില്ല് വെക്കാനുള്ളതാണ്. ഇങ്ങനെ കുറച്ച് പീസുകൾ ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇത് 2.5 ഇഞ്ച് വീതിയാണ് ഇതിനുള്ളത് കേട്ടാ. ഇനി ഇതിന് നമ്മള് ഈ ഒരു പീസ് ഒരു 13 ഇഞ്ച് വീതിയിൽ ഒരു എന്താ ഒരു 2 പീസ് ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. അത് നമ്മള് യോക്ക് ഭാഗത്ത് ഒരു അത് ഞാൻ വെക്കുമ്പോ കാണിച്ചാൽ ഒരു ഫ്രില്ല് പോലെ വരുന്നുണ്ട്, അത് ചെയ്യാനാണ്. അതുപോലെ തന്നെ സ്കേർട്ട് ഭാഗം വെട്ടിയെടുത്തു. ഇത് ലൈനിങ്, ഇത് സാറ്റിൻ. ഇത് 10 ഇഞ്ച് വീതി, ഇവിടെ നിന്ന് ഇങ്ങനെ 10 ഇഞ്ച് വീതി വരുന്നുണ്ട്. ഇതിന്റെ വീതി 11 ഇഞ്ച് വരുന്നുണ്ട്. സോറി, 11.5 ഇഞ്ച് വരുന്നുണ്ട്. ഇത് 12.5 ഇഞ്ചില് നെറ്റ് വെട്ടിയെടുത്തു കേട്ടാ. ഇങ്ങനെ കുറച്ചധികം പീസ് വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടാ. ഒരുപാട് ഞെറി നമ്മൾക്ക് ഇട്ട് കൊടുക്കണം. മൊത്തം 8 മീറ്റർ ആണ് ഈ നെറ്റ് എടുത്തേക്കണത് കേട്ടാ. ഉണ്ണിക്ക് ഫ്രോക്ക് അടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ചേക്കണത് 8 മീറ്റർ ആണ് കേട്ടാ. അതുപോലെ തന്നെ ഇത് ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ, ഞാൻ മാർക്ക് ചെയ്തു. പക്ഷെ എനിക്ക് ഫുള്ളും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല. ഇത് ഫ്രണ്ട് പാർട്ടാണ് കണ്ടാ, ലൈനിങ്, സാറ്റിൻ, അതുപോലെ തന്നെ അതിന്റെ നെറ്റ്. ഇത് ബാക്ക് ഭാഗമാണ്, അതും അങ്ങനെ വെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോ അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നമ്മുടെ സാറ്റിന്റെ മെറ്റീരിയലും അതേപോലെ തന്നെ കണ്ടാ, സാറ്റിൻ മെറ്റീരിയലും ഫ്രണ്ട് പാർട്ടാണ് കേട്ടാ. അതിന്റെ നെറ്റിന്റെ മെറ്റീരിയലും ആണ് കേട്ടോ. ഇത് രണ്ടും നമുക്ക് അറ്റാച്ച് ചെയ്യും. ഈ നെറ്റിന്റെ മെറ്റീരിയൽ ഞാൻ കറക്റ്റ് അളവിൽ വെട്ടിയെടുത്തേക്കണതൊന്നല്ല, ഒരു പീസ് വെട്ടിയെടുത്തു, അതും ഇങ്ങനെ വെച്ചു മാത്രം. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നമുക്കിത് സ്റ്റിച്ച് ചെയ്തിട്ട് കാണാം കേട്ടോ.
ഇപ്പൊ ഈ പീസ് നമ്മുടെ ബാക്ക് പീസാണ്. അത് നമ്മള് സാറ്റിൻ ക്ലോത്തുമ്മ നെറ്റ് കണ്ട, നെറ്റ് ഞാൻ ഇതുമ്മ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടാ. കണ്ട, നെറ്റ് പിടിപ്പിച്ചിട്ടുണ്ട്. നെറ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് അടിച്ചു വെച്ചു. ഇനി നമ്മുടെ ഈ കോട്ടൺ എടുക്കാം. കോട്ടൺ ഇങ്ങനെ വെക്കുക, നമ്മുടെ നെക്ക് അടിച്ചെടുക്കാം കേട്ടാ. ഇതിപ്പോ എന്താ ഇങ്ങനെയെന്ന് വിചാരിക്കും. നമ്മളിവിടെ 1 ഇഞ്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട് കേട്ടാ. ആ കൂടുതൽ ഭാഗം ഇങ്ങനെ പോവാനുള്ളതാണ്, സിബ് വെച്ച് പോവാനുള്ളതാണ്. ഇത്രയും ഉണ്ടാവുള്ളൂ നെക്കിന്റെ കേട്ടാ. പക്ഷെ നമ്മൾ ഇങ്ങനെ അടിച്ചെടുക്കട്ടെ കേട്ടാ. ഇങ്ങനെ അടിച്ച് ഇങ്ങനെ മറച്ചെടുക്കാം കേട്ടാ. നമുക്ക് ഇങ്ങനെ വെട്ടിയെടുക്ക നെക്കിന്റെ ഈ ഭാഗം കേട്ടാ. നല്ല ഭംഗിക്ക് ഇത് മറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാ. ഇതിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഫോണിൽ നമ്മൾ മൈക്ക് ഓഫായി പോയി, ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ ഞാൻ വീഡിയോയിൽ അതൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇത് ഞാൻ ഇവിടെ വോയിസ് കൊടുക്കണതാണ് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ ഫ്രണ്ടും ബാക്കും അടിച്ച് വെച്ചിട്ടുണ്ട്, സിബ് വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ആ ഞെറി വിട്ട് പിടിപ്പിക്കുന്നതൊക്കെ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിൽ നമ്മൾ 3 പീസും അടിച്ചു, സിബ് അറ്റാച്ച് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ചെയ്ത് വെച്ചേക്കണത് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോണതാണ് മക്കളെ ഒരു ടാസ്ക്. കണ്ട, ഈ ചെറിയ ചെറിയ പീസുകളായി നമ്മൾ കുറച്ചധികം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു 5 മീറ്ററിൽ മേലെ. ഇത് മുഴുവൻ ഇരുന്ന് ജോയിൻ്റ് അടിച്ചെടുക്കണം ആദ്യം. അതിന് ശേഷം ഇതിനെ ചെറിയ ചെറിയ ഞെറികളായിട്ട് ക്ഷമയോടുകൂടി തന്നെ ചെയ്യണം. കുറച്ച് സമയം എടുക്കും. വീഡിയോയിൽ വളരെ എളുപ്പം അങ്ങോട്ട് കഴിയണ ഒരു പണിയാണ് കേട്ടോ. പക്ഷെ ഇത് നമ്മൾ ക്ഷമയോടുകൂടി ഇരുന്ന് നല്ല നീറ്റായിട്ട് തന്നെ ചെയ്യണം. ഇതിങ്ങനെ അടിച്ചെടുത്ത് ഈ ഞെറിവുണ്ടല്ലോ, ഞെറിഞ്ഞെടുക്കണ ഈ പീസ് ഉണ്ടല്ലോ, 3 ലെയറായിട്ടാണ് നമ്മൾ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അങ്ങനെ 3 ലെയറായിട്ട് നമ്മൾ വെച്ചിട്ടാണ് ഈ ഫ്രോക്കിൻ്റെ അടിഭാഗത്ത് സ്റ്റിച്ച് ചെയ്തേക്കണത് കേട്ടോ. ഒറ്റ പീസല്ല, അത് 3 പീസാണ് കേട്ടോ. അപ്പം അതിന് മാത്രം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തുന്ന്. അപ്പം നിങ്ങളിത് കണ്ടു നോക്ക് കേട്ടോ. ഇനി നമുക്കിതിങ്ങനെ മുഴുവനും ഞെറിയിട്ടെടുക്കാം. ഇങ്ങനെ അടിച്ചടിച്ച് വീഴണ നല്ല രസമല്ലേ. ഇതിങ്ങനെ മുഴുവൻ അടിച്ചെടുക്കണം. അതാണ് ഈ ഫ്രോക്കിൻ്റെ ഹൈലൈറ്റും. നമ്മൾ ക്ഷമയോടുകൂടി, നല്ല ക്ഷമ വേണം. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ക്ഷമയോടുകൂടി, പിന്നെ ആസ്വദിച്ച് തന്നെ അത് ചെയ്യണം. നമുക്ക് ഈ ഒരു ജോലിയോടൊരു അടുപ്പം കൂടി വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇതെന്താ ചെയ്യണമെന്നറിയോ, നമ്മൾ കൈക്കുഴി ഭാഗം ഉണ്ടല്ലോ, ക്രോസ് പീസ് വെട്ടി അതുമ്മ പീസ് അറ്റാച്ച് ചെയ്ത് അത് അടിച്ച് മറച്ചെടുത്തു കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ആ സ്ലീവിൻ്റെ ആ ഭാഗം, ഷോൾഡർ ജോയിൻറ്റ് കഴിഞ്ഞിട്ട് ആ സ്ലീവ് ഇല്ലല്ലോ അവിടെ. അപ്പോൾ ആ കൈക്കുഴി ഭാഗം അങ്ങനെയാണ് കേട്ടോ നമ്മൾ അടിച്ച് മറച്ചത്. കണ്ടോ, ക്രോസ് പീസ് കൊണ്ട് അടിച്ച് മറിച്ചു കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ ഈ സൈഡ് നമ്മൾ 1.5 ഇഞ്ച് സ്ലീവ് അലവൻസ് ഇട്ടുണ്ടായിരുന്നു. അത് നമുക്കിത് കണ്ട ഇതിലൂടെ അടിച്ചെടുക്കാം കേട്ടോ. 1.5 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് അടിച്ചെടുക്കാം. 2 സൈഡും അങ്ങനെ അടിച്ചെടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് സ്കേർട്ട് പാർട്ട് ഞെറി വിട്ടെടുക്കാം. നമ്മുടെ അരവണ്ണത്തിനനുസരിച്ച് സ്കേർട്ട് പാർട്ട് ഞെറി വിടുക. ആദ്യം ഇത് നമ്മൾ കോട്ടനാണ്, അത് കഴിഞ്ഞിട്ട് സാറ്റിൻ ഞെറി ഇട്ടെടുക്കുക. അങ്ങനെ 3 നമ്മൾ കോട്ടൺ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, സാറ്റിൻ ഉണ്ടായിരുന്നു, അതുപോലെ നെറ്റ് ഉണ്ടായിരുന്നു. അത് കണ്ട, നെറ്റും അതുപോലെ നന്നായിട്ട് നെറ്റ് നല്ലോണം തുണിയുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നെറ്റിൻ്റെ ഞെറിയിടുമ്പോൾ നന്നായിട്ട് തിക്കിയിട്ട് കൊടുക്കണം. അല്ലാണ്ട് സാറ്റിനും കോട്ടനും ഞെറിയിട്ട പോലെ ആയിരിക്കില്ല. സാറ്റിനും അത്യാവശ്യം ഉണ്ടായിരുന്നെങ്കിലും നെറ്റാണ് കൂടുതൽ. കണ്ട, ഇന്ന് നമ്മൾ സാറ്റിന് ക്ലോത്ത് അളവിൽ അടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പം നോക്കിയാൽ നമ്മളിത് ഫ്രണ്ട് ഭാഗം അടിച്ചെടുത്ത് കേട്ടോ. പിന്നെ നമ്മുടെ ഞെറി 3 ഞാൻ പറഞ്ഞില്ലേ, 3 പീസായിട്ട് ഞെറി മോളിക്ക് വെച്ച് അടിക്കണമെന്ന് കണ്ട. അപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3 സെറ്റായിട്ട് നമ്മൾ അടിച്ചെടുത്തത് 3 ലെയറായിട്ട് ഇതെങ്ങനെ വെച്ചിട്ട് അത് ഇനി അടിച്ചെടുത്തു കേട്ടോ. അതിന് ശേഷം നമ്മളിതാ സ്കേർട്ട് പാർട്ട് 3 കൂടി അറ്റാച്ച് ചെയ്യണം. ഇതിലിപ്പോൾ ഞാൻ 3 കൂടി അല്ല അറ്റാച്ച് ചെയ്തേക്കണത്, സാറ്റിനും നെറ്റും മാത്രമാണ് കേട്ടോ ഇത് അറ്റാച്ച് ചെയ്യണത്. ആ 2 പീസാണ് ഇപ്പോൾ ഇതും അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ ഈ കാണിക്കണത് കേട്ടോ. ഞെറി കണ്ട, സാറ്റിനുമ്പോൾ നമ്മൾ അടിച്ച് പിടിപ്പിക്കുകയാണ്. അതിപ്പോൾ 2 ലെയർ ഇങ്ങനെ പിടിപ്പിച്ചു. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, അടിയിൽ അടിച്ച് എടുത്തിരുന്ന ഫ്രില്ല് വെച്ച് കൊടുത്തു. പിന്നെ നമ്മൾ ആ ഉള്ളിൽ ജോയിൻ്റ് ചെയ്യുന്ന സമയത്ത് ഈ കോട്ടൺ ഓപ്പോസിറ്റ് വെച്ച് മറച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ തയ്യൽ തുമ്പ് കാണില്ല. തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ കോട്ടൺ ലൈനിങ് ഉണ്ടല്ലോ, അതങ്ങനെയാണ് ചെയ്തെടുത്തത് കേട്ടോ. കണ്ടോ, ഇവിടെ ഇതിൻ്റെ ഈ അരഭാഗത്ത് നമ്മൾ ഈ ലൈസാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ആ ലൈസ് വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഉടുപ്പ് ഇവിടെ സെറ്റായിട്ടാ. നോക്കിയേ, അടിപൊളിയായിട്ടില്ലേ. ഇനി നമ്മൾക്ക് ഈ ഉടുപ്പിൻ്റെ ബാക്കിൽ ഒരു ബോ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ബാക്കിയുള്ള സാറ്റിൻ്റെ ക്ലോത്തിൽ നിന്ന്
ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്തു കേട്ടോ. എന്നിട്ട് ഒരു ബോയൊക്കെ അടിച്ചെടുത്തിട്ട് നമ്മൾ ബാക്കിൽ ഈ ബോ ഫിറ്റ് ചെയ്യാനായിട്ട് ഒരു ഇത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് അത് അറ്റാച്ച് ചെയ്ത് കൊടുത്തു കേട്ടോ. അങ്ങനെയാണ്. പിന്നെ അത് ഞാൻ അരഭാഗത്തൊരു ലേസും പിടിപ്പിച്ചിട്ടുണ്ട്, ഗോൾഡൻ ബീഡുള്ള ലേസ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫ്രോക്കൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകളുമായിട്ട് ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.